മലയാളക്കരയെ ഞെട്ടിച്ച താരവിയോഗമായിരുന്നു നടൻ കലാഭവൻ മണിയുടേത്. ആരോഗ്യവാനായിരുന്ന നടൻ മരണപ്പെട്ടുവെന്ന വാർത്ത പുറത്തുവന്നത് ആർക്കും ഉൾക്കൊള്ളാൻ പോലും സാധിച്ചില്ല. ഇതിനോടനുബന്ധിച്ച് ദുരൂഹത ഉയരുകയും മണിയുടെ സുഹൃത്തുക്കളായ താരങ്ങൾക്കെതിരെ വിമർശനം വരികയും ചെയ്തു. 2016 മാർച്ച് 6-നാണ് 45-ാമത്തെ വയസ്സിൽ കലാഭവൻ മണി മരണപ്പെടുന്നത്. ഇന്ന് നടന്റെ ഓർമ്മകൾക്ക് 9 വർഷം പൂർത്തിയാവുകയാണ്. ഇതിനോടനുബന്ധിച്ച് പിഷാരടി അവതാരകനായിട്ടെത്തുന്ന ഓർമ്മയിൽ എന്നും എന്ന പരിപാടിയിൽ കലാഭവൻ മണിയെ ഓർമ്മിക്കുകയാണ് സുഹൃത്തുക്കൾ. നടനും സംവിധായകനുമായ നാദിർ ഷായും ധർമ്മജൻ ബോൾഗാട്ടിയും മണിയുടെ അനിയൻ RLV രാമകൃഷ്ണനും ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. കലാഭവൻ മണിയെക്കുറിച്ചുള്ള ഓർമ്മ പങ്കുവെക്കുന്നതിനിടെ അദ്ദേഹത്തിന്റെ ആദ്യ സിനിമ കാണാൻ പോയപ്പോഴുണ്ടായ സംഭവത്തെക്കുറിച്ചും രാമകൃഷ്ണൻ ഓർമ്മിച്ചു. കലാഭവൻ മണി ആദ്യമായി അഭിനയിച്ച സിനിമ കാണാൻ അച്ഛനെയും കൂട്ടി പോയപ്പോഴുണ്ടായ അനുഭവമാണ് അനിയൻ RLV രാമകൃഷ്ണൻ പങ്കുവച്ചത്. ദിലീപും മഞ്ജു വാര്യരും നായികാനായകന്മാരായിട്ടെത്തിയ സല്ലാപം എന്ന സിനിമയിലാണ് മണിച്ചേട്ടൻ ആദ്യം അഭിനയിക്കുന്നത്. ഞങ്ങളുടെ അച്ഛന് തിയേറ്ററിൽ പോയി സിനിമ കണ്ട ശീലമൊന്നുമില്ല. അതുപോലെ അച്ഛന് ഷർട്ട് ധരിക്കുന്ന ശീലവും ഇല്ലായിരുന്നു. എങ്കിലും സല്ലാപം ചാലക്കുടിയിലെ തിയേറ്ററിൽ വന്നപ്പോൾ അച്ഛനെ അത് കാണിക്കാൻ കൊണ്ടുപോയി. ചെറിയൊരു ഷർട്ടൊക്കെ വാങ്ങി നിർബന്ധിച്ച് അച്ഛനെയും അമ്മയെയും സിനിമ കാണിക്കാൻ കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്തം എനിക്കായിരുന്നു. ചേട്ടൻ അവിടേക്ക് വരും. അങ്ങനെ തിയേറ്ററിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അച്ഛൻ ഷർട്ടൊക്കെ ഊരി തോളിലിട്ടു. ഇടയ്ക്ക് മനോജ് കെ ജയൻ മണിച്ചേട്ടനെ തല്ലുന്ന സീൻ കണ്ടതോടെ അച്ഛൻ എഴുന്നേറ്റു. തിയേറ്ററിനകത്ത് സ്റ്റെപ്പുകൾ ഉള്ളതൊന്നും അദ്ദേഹത്തിന് അറിയില്ല. അവിടുന്ന് ഇറങ്ങിയതോടെ തലയും കുത്തി വീണു. അങ്ങനെ എനിക്കും ചേട്ടനും ഫസ്റ്റ് ഷോ പോലും കാണാൻ പറ്റിയില്ല. ഞാൻ അച്ഛനെ കൂട്ടി വീട്ടിലേക്ക് പോന്നു. മക്കളെ ഒരാൾ ചീത്ത പറയുന്നതോ തല്ലുന്നതോ ഒന്നും അദ്ദേഹത്തിന് സഹിക്കില്ലെന്നും രാമകൃഷ്ണൻ പറയുന്നു. ഈ കഥ മണി തന്നോടും പറഞ്ഞുവെന്നാണ് നാദിർ ഷാ പറഞ്ഞത്. അച്ഛനെയും കൊണ്ട് സിനിമയ്ക്ക് പോയ ശേഷം അദ്ദേഹം നാളെ തന്നെ മനോജ് കെ ജയനെ വീട്ടിൽ കയറി തല്ലണമെന്നാണ് പറഞ്ഞത്. ആളെ കയ്യിൽ കിട്ടിയാൽ അപ്പോൾ തന്നെ തല്ലും എന്നൊരവസ്ഥയിലായിരുന്നു. വീട്ടിൽ വന്നിട്ട് പോലും ആ ദേഷ്യം മാറിയില്ലെന്നും നാദിർ ഷാ പറയുന്നു.